ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് LSSന്റെ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ ഇംഗ്ലീഷിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡയറി എങ്ങനെയാണ് എഴുതുക എന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഏതൊരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഡയറി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് മക്കളെ ഒരു നോട്ടീസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് കൂട്ടുകാർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എങ്ങനെയൊക്കെ തയ്യാറാക്കിയാലാണ് ഒരു നോട്ടീസിൽ നിന്ന് മുഴുവൻ സ്കോറും മക്കൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ LSS എക്സാമിനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളുകളിലുള്ള എക്സാമിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് നമ്മൾ ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഒരു നോട്ടീസ് ആണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതിന് ഏറ്റവും വേണ്ട ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലിയർ ഹെഡിങ്. അതായത് മക്കളെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട് എന്തിനു വേണം മക്കളെ, നമ്മുടെ നോട്ടീസിന് വേണം അല്ലെ. എന്ത് തന്നെയാണ് നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത്? റൈറ്റ് നോട്ടീസ് അറ്റ് ദി ടോപ്പ് ഇൻ ദി ബോൾഡ് ഓർ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് മക്കളെ നോട്ടീസ് എന്നത് ഇങ്ങനെ നോട്ടീസ് NOTICE ഇങ്ങനെ നോട്ടീസ് എന്നുള്ളത് മുകളിൽ നമ്മൾ ഏറ്റവും നമ്മൾ എഴുതുന്ന നോട്ടീസിന്റെ ഏറ്റവും മുകളിൽ ബോൾഡ് ആക്കിയിട്ട്, അതായത് മക്കളെ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് കട്ടിയൊക്കെ കൂട്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എന്ത് ചെയ്യുക മക്കൾ ഒന്ന് എഴുതുക. ഓക്കെ, എന്താ എഴുതേണ്ടത്? നോട്ടീസ് എന്നുള്ളത് കുറച്ചൊന്ന് ബോൾഡ് ആക്കിയിട്ട് ഏറ്റവും മുകളിൽ എന്ത് ചെയ്യുക, കുറച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, അതായത് വലിയ അക്ഷരത്തിൽ മക്കൾ എന്ത് ചെയ്യുക, നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതാണ് മക്കൾ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കിക്കേ, പിന്നെയുള്ള ഒരു കാര്യമാണ് മക്കളെ ഇൻക്ലൂഡ് കീ ഡീറ്റെയിൽസ്. അതായത് മക്കളെ പ്രധാന വസ്തുതകൾ എന്തൊക്കെയാന്നുള്ളത് ഉൾപ്പെടുത്തുക. അതായത് മക്കളെ ഒന്ന് വാട്ട്, വേർ, വെൻ, ഹു, ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ. വാട്ട് എന്നത് ഇവന്റ് നെയിം, അതായത് പരിപാടിയുടെ പേരെന്താണ് എന്നുള്ളത് കൃത്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നോട്ടീസ് എന്നുള്ളത് കൊടുക്കുക. നോട്ടീസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ബോൾഡ് ആയിട്ട് നമ്മൾ എഴുതി. പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം, എന്താണ് ആ പ്രോഗ്രാം അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ ആ നോട്ടീസ് തയ്യാറായി. ഇപ്പൊ എന്തുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കൂളിൽ ഒരു ആർട്ട് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ അതിന്റെ ഹെഡിങ് എന്ത് കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഹെഡിങ് കൊടുക്കണം അല്ലെ. ഇനിയിപ്പോ നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യാണ്, ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കണം, ഡ്രോയിങ് മത്സരം കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്നുള്ള അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കീവേഡ് ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. അതായത് നോട്ടീസ് പെട്ടെന്ന് കാണുന്ന സമയത്ത് അത് മുഴുവൻ വായിച്ചിട്ട് ആളുകൾക്ക് കാര്യം എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് ഈ സംഗതി, എന്തിനെ കുറിച്ചാണ് ഈ നോട്ടീസിൽ പറയുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുത്തു, താഴെ എന്ത് ചെയ്യുക, എന്താണ് അതിന്റെ ഇവന്റിന്റെ നെയിം എന്താ എന്നുള്ളത്, അതായത് ആ പരിപാടിയുടെ പേര് എന്താ എന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണെങ്കിൽ മക്കൾ എന്ത് കൊടുക്കുക, ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് മത്സരം എന്നുള്ളത് കൊടുക്കുക. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു വേർ എന്ന് പറഞ്ഞാൽ എവിടെ അല്ലെ, അതിന്റെ വെന്യൂ, സ്ഥലം എവിടെയാണ് എന്നുള്ളത്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഇപ്പൊ സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ വെന്യൂ എന്ത് കൊടുക്കും, സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ മറ്റല്ല വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ വെച്ചിട്ട് നടക്കുന്നത് വെച്ചാൽ വെന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ഥലത്തിന്റെ പേര് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയ മക്കൾ? അപ്പൊ നമ്മൾ എവിടെയാണ് അത് നടക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ വെൻ, എപ്പോൾ, അതായത് കൃത്യമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം മക്കളെ, ഡേറ്റും ടൈമും കൊടുക്കണം അല്ലെ. എക്സാമ്പിൾ 5th July 10 AM അല്ലെ, ആ ടൈം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, കൃത്യമായിട്ട് ടൈം എപ്പോഴാ, ഡേറ്റ് എപ്പോഴാ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ പിന്നെ ഹു, അതായത് ടാർഗറ്റ് ഓഡിയൻസ്, ആരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഇപ്പൊ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വിദ്യാർത്ഥികളായിരിക്കും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇനിയിപ്പോ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉള്ളതാണെങ്കിൽ നമ്മൾ അവരെയായിരിക്കും ഇൻവൈറ്റ് ചെയ്യുക. ഇനിയിപ്പോ നാട്ടുകാർക്കുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക അല്ലെ. അപ്പം ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, അവിടെ ഉൾപ്പെടുത്തണം അല്ലെ. ഇപ്പൊ ഫോർ ഓൾ ക്ലാസ് 4 സ്റ്റുഡൻസ്, അതായത് 4ാം ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതേപോലെ നമ്മളത് ഉൾപ്പെടുത്താം. ഓക്കെ അല്ല മക്കളെ? ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നോട്ടീസ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഹെഡിങ് ബോൾഡ് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇവന്റിന്റെ നെയിം എന്താ എന്നുള്ളത് കൊടുക്കണം, അതിന്റെ പേര് കൊടുക്കണം. അതുപോലെ തന്നെ വെന്യൂ എവിടെയാ, സ്ഥലം എന്നുള്ളത് കൊടുക്കണം. ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ കൃത്യമായി കൊടുക്കണം. അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസ് ആരാ എന്നുള്ളത് നമ്മൾ അവിടെ പറയണം.
ഓക്കെ അല്ല മക്കളെ? പിന്നെ അടുത്തത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് കീപ് സെന്റൻസ് ഷോർട്ട്, അതായത് ലഘുവാക്യങ്ങൾ ഉപയോഗിക്കുക. അതായത് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ ലെങ്തി ഒരു സ്റ്റോറി എഴുതുന്ന പോലെ ലെങ്തി ആയിട്ട് എഴുതി പോകാനുള്ള സാധനമാണോ? അല്ല അല്ലെ. പെട്ടെന്ന് കുറച്ച് സെന്റൻസിൽ വളരെ ഷോർട്ടായിട്ട് എങ്കിലും അത് എന്താണ് ആ നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കുറഞ്ഞ വാക്യങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നോട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക മക്കളെ, ലഘുവാക്യങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ ഉദ്ദേശിക്കുക. യൂസ് 1-2 lines per point. അതായത് മക്കളെ ഒരു വാക്യം 1-2 വരിയിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരു സെന്റൻസ് എന്ത് ചെയ്യുക, 1-2 വരിയിൽ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ വാക്യങ്ങൾ ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക, വളരെ ഷോർട്ട് ആയിട്ടും അതുപോലെ തന്നെ ആളുകൾക്ക് അത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ യൂസ് ചെയ്യാം. ദെൻ ബോൾഡ് ഇമ്പോർട്ടന്റ് വേർഡ്സ്, അതായത് പ്രധാന പദങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ബോൾഡ് ആക്കി, അതായത് നമ്മൾ അതിന്റെ തിക്നെസ് കുറച്ച് കൂട്ടിയിട്ട് വെക്കുക. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നമുക്ക് ഡേറ്റ് പറയാം. അപ്പൊ നോട്ടീസിൽ എന്ത് ചെയ്യുക, ആളുകളിൽ പെട്ടെന്ന് ഇന്നതാ പരിപാടി എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഹെഡിങ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് ആളുകൾ എന്താണ് ശ്രദ്ധിക്കുക, എന്നാണ് അത് ഡേറ്റ്, അതാണ് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഒരു പക്ഷെ അതൊരു പ്രോഗ്രാമിന് ഇനാഗുറേഷൻ നടക്കുന്നുണ്ട്, ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരിക്കും എന്നതായിരിക്കും ആളുകൾക്ക് അറിയേണ്ട കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ബോൾഡ് ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോ നമ്മൾ അതിൽ എന്തെങ്കിലും പ്രൈസോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ട് അല്ലെ, ആർക്കെങ്കിലും എന്തെങ്കിലും പുരസ്കാരങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അത് കുറച്ച് എന്ത് ചെയ്യുക, ഒന്ന് ബോൾഡ് ആക്കിയിട്ട് ആ ഒരു കാര്യം നമ്മൾ എഴുതാം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അതിനൊക്കെ നമുക്ക് പ്രത്യേക സ്കോർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തീയതികള്, ഇനി എന്തെങ്കിലും പ്രൈസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, കുറച്ച് ബോൾഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ബോൾഡ് ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് എൻഡ് വിത്ത് കോണ്ടാക്ട് ഇൻഫോ. എക്സാമ്പിൾ, കോണ്ടാക്ട് യുവർ ക്ലാസ് ടീച്ചർ ഫോർ ഡീറ്റെയിൽസ്. അതായത് മക്കളെ നമ്മൾ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങളായിട്ട് നിങ്ങളെ ക്ലാസ് ടീച്ചറെ കോണ്ടാക്ട്. ഇതിപ്പോ നമ്മുടെ സ്കൂളിലൊക്കെ ഒരു നോട്ടീസ് ഒക്കെ തയ്യാറാക്കി വെക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഒരു ആർട്സ് ഫെസ്റ്റ്, ഓക്കെ, നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യുക, ആർട്സ് നടക്കണം. അപ്പൊ ആ ഒരു വിവരം കുട്ടികളെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന ഡേറ്റിനാണ് ആർട്സ് നടക്കുന്നത്, അപ്പൊ കുട്ടികൾക്കൊക്കെ അതിലേക്ക് പങ്കെടുക്കാം എന്നൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീച്ചറെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു നോട്ടീസ് ആണ് മക്കൾ എന്ത് ചെയ്യണം, ആ ഇൻഫോർമേഷൻ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ സിഗ്നേച്ചർ ആൻഡ് സിഗ്നേഷൻ, അതായത് ഒപ്പും അതുപോലെ തന്നെ സ്ഥാനപ്പേര് മക്കൾ വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണോ നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് ആളുകളെ അറിയിക്കുന്നത് അവരുടെ പേരുകൾ, പ്രിൻസിപ്പാൾ ആണെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ ക്ലാസ് ലീഡറോ ക്ലാസ് ടീച്ചറോ ആണെങ്കിൽ അത് കൊടുക്കണം. ഇനിയിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ രേഖപ്പെടുത്തണം ആരാണത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അവസാനം എന്ത് ചെയ്യുക, ഒപ്പിടുക. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇതെല്ലാം എന്താണ്, അതിന്റെ ആ ഒരു ഘടനയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്, നീറ്റ് ഹാൻഡ് റൈറ്റ്, അതായത് വൃത്തിയുള്ള കൈയക്ഷരം. വൃത്തിയായിട്ട് എന്ത് ചെയ്യാം മക്കളെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കൈയക്ഷരത്തിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ എക്സാം എഴുതുന്ന സമയത്താണെങ്കിൽ നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ ആളുകൾക്ക് എല്ലാവർക്കും ആ ഒരു നോട്ടീസ് കണ്ടാൽ വായിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ നല്ല കൈയക്ഷരത്തിൽ നല്ല നീറ്റായിട്ട് മക്കൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. വൃത്തിയുള്ള കടലാസിൽ നല്ല ശ്രദ്ധാപൂർവ്വം മക്കൾ അവിടെ എഴുതണം. ഓക്കെ, ദെൻ അതുപോലെ മാക്സിമം വേർഡ്സ് 30 to 50 വേർഡ്സ് അല്ലെ, 30 മുതൽ 50 വരെ വാക്കുകൾക്കുള്ളിൽ എന്ത് ചെയ്യുക, നോട്ടീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മിസ് പറഞ്ഞല്ലോ, സ്റ്റോറി പോലെ ലെങ്തിയിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. മാക്സിമം എന്ത് ചെയ്യുക, ചെറിയ വാക്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നോട്ടീസ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1-2 നോട്ടീസിന്റെ മോഡൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മോഡൽ 1 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ദിൽന became a hero. She was invited to ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ to receive an award. Prepare a notice for the program. അപ്പൊ നമ്മുടെ ദിൽന എന്തായിട്ടുണ്ട് മക്കളെ, ഒരു ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവൾ എന്ത് ചെയ്തു, ഫയർ സ്റ്റേഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്, അവൾക്കൊരു അവാർഡ് കൊടുക്കാനാണല്ലോ. അപ്പൊ അത് സ്വീകരിക്കാനായിട്ട് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ 4th ക്ലാസ്സിന്റെ ട്യൂഷനിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു മക്കളെ, വെന്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തണം. ആദ്യം തന്നെ എന്ത് ചെയ്യുക, നോട്ടീസ് എന്നുള്ള പേര് കൊടുക്കുക, നോട്ടീസ് എന്നുള്ള പേര് കൊടുക്കുക. നോട്ടീസ് എന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക മക്കളെ, ഈ വെന്യൂ കൊടുക്കുക, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ. ഡേറ്റ് നമ്മൾ കൊടുത്തു 10th July 2025. ടൈം നമ്മൾ കൊടുത്തു, ചീഫ് ഗസ്റ്റ് നമ്മൾ കൊടുത്തു അല്ലെ. ആരാണ്, ഡിസ്ട്രിക്ട് കളക്ടർ എന്നത് നമ്മൾ ചീഫ് ഗസ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ദെൻ നോക്കിക്കേ മക്കളെ, നോട്ടീസ് എന്ന് കൊടുത്തിട്ട് മക്കൾക്ക് ഇതുപോലൊരു ബോക്സിനകത്തൊക്കെ ആക്കാനായിട്ട് പറ്റുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. നമ്മുടെ
നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വെന്യൂവും അതുപോലെ ഡേറ്റും ടൈമും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തരേണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പം ഇങ്ങനെ ഒരു എടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരണമെന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പം അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് തരാം. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോട്ടീസ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിനൊരു യങ് ഹീറോ അവാർഡ് സെറിമണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇവന്റിന് ഒരു നെയിം കൊടുത്തു. എന്താണ് യങ് ഹീറോ അവാർഡ് സെറിമണി എന്ന് പറഞ്ഞിട്ട് ഇവന്റിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു പേര് കൊടുത്തു. ഞാൻ നോക്കിക്കേ മക്കളെ, Chervapadi Fire Station is proud to invite everyone to honor Dilna, the brave 8-year-old who saved her mother by calling the emergency number 101 അല്ലെങ്കിൽ 101. എന്താണ് മക്കളെ, നമ്മൾ നോട്ടീസ് എന്ന പേര് കൊടുത്തു, അതുപോലെ ഇവന്റിന് ഒരു നമ്മൾ നെയിമും കൊടുത്തു. എന്നിട്ട് പറയാണ് എന്താ, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഈ പ്രൗഡ് ടു ഇൻവൈറ്റ് എവരിവൺ ടു ഹോണർ ദിൽന അല്ലെ. അതായത് ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിൽ എന്താണ്, എല്ലാവരെയും ഒരുപാട് അഭിമാനത്തോടു കൂടി ക്ഷണിക്കണം. എന്തിനാണ്, ദ ബ്രേവ് 8-year-old who saved her mother by calling emergency number അല്ലെ. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് എന്ത് ചെയ്തു, 101 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ചില്ല. അപ്പൊ അതിന് അവരെ അഭിനന്ദിക്കുന്ന ആ ഒരു ചടങ്ങാണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, വെന്യൂ എവിടെയാ മക്കളെ, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ join us as we celebrated her quick thinking and courage with a special award ceremony. All are welcome അല്ലെ. എല്ലാവരെയും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. ദെൻ ആരാണ് അത് എഴുതിയിട്ടുള്ളത്, ഫയർ സ്റ്റേഷൻ ഓഫീസർ ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ എന്നത് ആളുടെ പേരും അവരുടെ സ്ഥാനം എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ല മക്കളെ, ക്ലിയർ അല്ലേ? അപ്പം ഈ ഓരോ മോഡലിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ അടുത്തൊരു മോഡൽ നോക്കിക്കേ മക്കളെ, ദിൽന സ്കൂൾ, അവരുടെ സ്കൂളിന് ജസ്റ്റ് നമ്മളൊരു പേര് കൊടുത്തതാണ് മക്കളെ, ABC സ്കൂൾ എന്നുള്ളത്. ദിൽന സ്കൂൾ ABC സ്കൂൾ കേട്ടോ ഹാസ് ഡിസൈഡഡ് ടു ഹോണർ her for her bravery in school assembly. She will also share her experience, prepare a notice. അതായത് മക്കളെ, നമ്മുടെ ദിൽന എന്ത് ചെയ്യാണ്, അവള് സ്കൂൾ അസംബ്ലിയിൽ എന്ത് ചെയ്യാണ്, അവളുടെ ആ ഒരു ധീരതയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവളെ വിളിച്ച് അഭിനന്ദിക്കാനായിട്ട് പോവാണ്. അപ്പൊ അവൾ എന്ത് ചെയ്തു, അതിന്റെ ഇടയിൽ അവൾ അവളുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് മക്കളുടെ അടുത്തൊരു നോട്ടീസ് കൂടി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോട്ടീസ് എന്നുള്ളത് ഹെഡിങ് നമ്മൾ കൊടുത്തു. ദെൻ എന്ത് ചെയ്യുക, ഇവന്റിന്റെ ഒരു പേര് എന്താണ്, സ്പെഷ്യൽ അസംബ്ലി ടു ഹോണർ ദിൽനാസ് ബ്രേവറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ദെൻ നോക്കിക്കേ മക്കളെ, ABC സ്കൂൾ പ്രൗഡ് ടു റെക്കഗ്നൈസ് ദിൽന ഫോർ ഹെർ കറേജ് ആക്ട് ഓഫ് കോളിംഗ് 101 ടു സേവ് ഹെർ മദർ ഡ്യൂറിംഗ് ആൻ എമർജൻസി. ഓക്കെ, എന്താണ് കാര്യം എന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു, വെന്യൂ എവിടെയാണ്, സ്കൂൾ അസംബ്ലി ഹാൾ ആണ് അല്ലെ. ദെൻ ഹൈലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഹൈലൈറ്റുകൾ കൊടുക്കാം. എന്താണ്, അവാർഡ് പ്രസന്റേഷൻ ബൈ പ്രിൻസിപ്പൾ ആണ് അവാർഡ് കൊടുക്കുന്നത്. ദിൽന വിൽ ഷെയർ ഹെർ എക്സ്പീരിയൻസ്, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ദിൽന എന്ത് ചെയ്യും, അവളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ദെൻ സേഫ്റ്റി പ്ലഡ്ജ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഹൈലൈറ്റ്സ് ആണ്. Then നോക്കിക്കേ മക്കളെ, all parents and students are invited to celebrate this act of bravery and learn about emergency preparedness. എന്താ മക്കളെ പറഞ്ഞത്, എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും എന്ത് ചെയ്യാണ്, ആ ഒരു പരിപാടിയിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ് അല്ലെ. ദെൻ പ്രിൻസിപ്പാൾ ABC സ്കൂൾ ചെറുവപ്പാടി. ക്ലിയർ അല്ല മക്കളെ? അപ്പം ഈ ഒരു ഫോമിൽ മക്കൾ ഒരു നോട്ടീസ് തയ്യാറാക്കി നിങ്ങൾ കൃത്യമായിട്ട് നോട്ടീസിൽ നിന്നുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.